Hello, good afternoon. Hello. Hello. Good afternoon, sir. So the screen is visible. Screen കാണാൻ പറ്റുന്നില്ല? Hello. Yes, sir. So, Okay. So today we'll be discussing on the last module. That is on mass transfer. Okay, the mass transfer is basically it's a process of transfer of mass as a result of the species concentration difference in a mixture is called the mass transfer. നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫർ എന്താ പഠിച്ചു? ഹീറ്റ് ട്രാൻസ്ഫറിൽ നമ്മൾ പഠിച്ചെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ട്രാൻസ്ഫർ ഓഫ് എനർജി ബിക്കോസ് ഓഫ് ടെമ്പറേച്ചർ ഡിഫറൻസ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. Okay, so the mass transfer, it is a transfer of mass so it is basically the transfer of mass because of the temperature difference. പക്ഷേ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് മാസ് ആസ് എ റിസൾട്ട് ഓഫ് ദി കോൺസെൻട്രേഷൻ ഡിഫറൻസ്. കോൺസെൻട്രേഷന്റെ ഡിഫറൻസ് കൊണ്ടിട്ടാണ് മാസിന്റെ ട്രാൻസ്ഫർ ഉണ്ടാകുന്നത്. ഈ ട്രാൻസ്ഫർ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. ഇവിടെ മാസിന്റെ കോൺസെൻട്രേഷൻ ഡിഫറൻസ് കൊണ്ടാണ് മാസ് ഒരു പോർഷനിൽ നിന്നും വേറെ പോർഷനിലേക്ക്, അല്ലെങ്കിൽ ഒരു സ്പീഷീസ്, മാസ് ഒരു സ്പീഷീസ് ഒരു പോർഷനിൽ നിന്നും വേറെ പോർഷനിലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ താഴെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. സോ yeah, you can see a cup of tea or a cup of water. It is added with some salt or sugar. Coffee ആണെങ്കിൽ sugar add ചെയ്യുന്നു, അല്ല plain water ആണെങ്കിൽ I am adding a block of the salt. അപ്പം വാട്ടറിന് കോൺസെൻട്രേഷൻ ഉണ്ട്, then sugar block, that's got another concentration. കുറച്ച് നേരം കഴിയുമ്പോൾ you can see that the entire water or entire coffee, it is filled with the other species. Okay, ഇവിടെ ഒരു ട്രാൻസിഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ഒരു സ്പീഷീസിന്റെ മൂവ്മെന്റ്, ഒരു ലൊക്കേഷന് വേറെ ലൊക്കേഷനിലേക്ക് സ്പീഷീസിന്റെ മൂവ്മെന്റ്. ആക്ച്വലി നമ്മൾ ടോപ്പിലാണ് ആ ഒരു സോളിഡ്, അതായത് ഷുഗർ അല്ലെങ്കിൽ സോൾട്ട് പീസ് ആഡ് ചെയ്തത്, അത് അതിന്റെ ബോട്ടത്തിലേക്ക് തന്നെ റീച്ച് ചെയ്യുന്നു. there is a dispersion of the species into another species. ഒരു സ്പീഷീസിൽ നിന്ന് സ്പീഷീസിൽ വേറെ സ്പീഷീസ് മിക്സപ്പ് ചെയ്യും. ആ ഒരു പ്രോസസ്സിനെയാണ് മാസ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ ട്രാൻസ്ഫർ ഓഫ് മാസ് ആസ് എ റിസൾട്ട് ഓഫ് ദ സ്പീഷീസ് കോൺസെൻട്രേഷൻ ഡിഫറൻസ് ഇൻ എ മിക്സർ. ഒരു മിക്സറിലാണ് സംഭവിക്കുന്നത്. അതിനെയാണ് മാസ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബേസിക്കലി ഇറ്റ് ഈസ് എ ട്രാൻസ്ഫർ ഓഫ് മാസ് ബിക്കോസ് ഓഫ് ദ സ്പീഷീസ് കോൺസെൻട്രേഷൻ ഡിഫറൻസ്. ഒരു സ്പീഷീസിന്റെ കോൺസെൻട്രേഷൻ ഡിഫറൻസ് കൊണ്ടിട്ട് ഉണ്ടാകുന്ന ഒരു മൂവ്മെന്റാണ് മാസ് ട്രാൻസ്ഫർ എന്ന്. നമ്മുടെ ടെമ്പറേച്ചർ ഡിഫറൻസ് എന്ന് പറയുന്നത്, ടെമ്പറേച്ചർ ഡിഫറൻസ് കൊണ്ടിട്ട് ഹീറ്റ്, അതായത് ഹീറ്റ് എനർജി ഒരു പോയിന്റിൽ നിന്ന് വേറെ പോയിന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇവിടെയും അതേ കൺസെപ്റ്റ് തന്നെയാണ് മാസ് ട്രാൻസ്ഫർ. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ കോൺസെൻട്രേഷൻ ഡിഫറൻസ്. നിങ്ങൾക്ക് ഡേ ടു ഡേ ലൈഫിൽ പല പല എക്സാമ്പിൾസ് കാണാൻ സാധിക്കും. ദ വൺ ഇറ്റ് ഈസ് the solution of sugar added to a cup of tea, the transfer of water vapor into the dryer. വീട്ടിലൊക്കെ നമ്മൾ തുണി അലക്കി ഇട്ടേക്കും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ തുണി ഡ്രൈ ആവും. അതായത് നമ്മുടെ ആ വെറ്റ് ക്ലോത്തിൽ നിന്ന് അറ്റ്മോസ്ഫിയറിലേക്ക് വാട്ടർ പാർട്ടിക്കിൾസ് ഡിസ്പേഴ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് ഡ്രൈയിങ് ഓപ്പറേഷൻ. സോ ഇറ്റ് ഇസ് ദ ട്രാൻസ്ഫർ ഓഫ് വാട്ടർ വേപ്പർ ഇൻ ടു ഡ്രൈ എയർ ഡ്യൂറിങ് ദ ഡ്രൈയിങ് or evaporation, drying operation. Then diffusion of smoke through the chimney. നമുക്കറിയാം ഇൻഡസ്ട്രിയിലേക്ക് പോകുമ്പോൾ സ്മോക്ക് നമ്മുടെ എയറിലേക്ക് ഡിസ്പേഴ്സ് ചെയ്തിട്ടാണ്. സോ
സോ അതും ഒരു ഡിഫ്യൂഷൻ പ്രോസസ്സാണ്. ഡിഫ്യൂഷൻ സ്മോക്ക് ത്രൂ എ ടോൾ ചിമ്മിനി ഇൻ ടു ദ എൻവയോൺമെന്റ്. ദെൻ ഹ്യൂമിഡിഫിക്കേഷൻ ഓഫ് എയർ ഇൻ എ കൂളിംഗ് ടവർ. ഇപ്പൊ നമ്മുടെ റൂമിലുള്ള ഹ്യൂമിഡിറ്റി ലെവല് വളരെ കുറവാണെങ്കിൽ നമുക്ക് ആ റൂമിലേക്ക് ഹ്യൂമിഡിഫൈ ചെയ്യേണ്ടി വരും. ഹ്യൂമിഡിഫൈ എന്ന് വെച്ചാൽ ആഡിങ് വാട്ടർ പാർട്ടിക്കിൾസ് ഇൻ ടു ദ എയർ. ഡ്രൈ എയറിലേക്ക് വാട്ടർ പാർട്ടിക്കിൾസ് ആഡ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് പറയുന്നത് ഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആക്ച്വലി നമ്മുടെ കൊല്ലം റീജിയനിലേക്ക് ഡീഹ്യൂമിഡിഫിക്കേഷൻ, കാരണം നമ്മുടെ ഹ്യൂമിഡിറ്റി ലെവൽ വളരെ കൂടുതലാണ്. അപ്പോൾ ആ കേസിൽ ഡീഹ്യൂമിഡിഫൈ ആണ് ചെയ്യുന്നത്. നമുക്ക് ഹ്യൂമൻ കംഫോർട്ട് എന്ന് പറയുന്ന പാരാമീറ്റർ ഉണ്ട്. അത് നിങ്ങൾ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിൽ പഠിക്കും. എസ്പെഷ്യലി എയർ കണ്ടീഷനിൽ നമുക്ക് വേണ്ടുന്ന ഒരു കംഫർട്ട് ലെവൽ 60 to 70% ഹ്യൂമിഡിറ്റിയാണ്. ഹ്യൂമിഡിറ്റി ലെവൽ ഒരു 60% മുതൽ 70% വരെയാണ് നമ്മുടെ ഹ്യൂമിഡിറ്റി ലെവൽ അത്യാവശ്യമുള്ളത്. അതിൽ കൂടുതലാണെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. കാരണം നമ്മുടെ സറൗണ്ടിങ് എയറിലേക്ക് വീണ്ടും എയർ പാർട്ടിക്കിൾസ് അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി വളരെ കുറയുന്നുണ്ട്. നമ്മുടെ ബോഡിയിൽ തന്നെ വാട്ടർ കണ്ടൻസ് ചെയ്തിട്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് ഡിസ്കംഫർട്ട് അല്ലെങ്കിൽ സ്വെറ്റിംഗ് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ കൊല്ലമാണെങ്കിൽ നമുക്ക് സ്വെറ്റിംഗ് ഫീൽ ചെയ്യും. പക്ഷെ ബാംഗ്ലൂരൊക്കെ ആണെങ്കിൽ അവിടെ ഹ്യൂമിഡിറ്റി ലെവൽ കുറവാണ്. വളരെ കുറവാണ്. അവിടെ ഹ്യൂമിഡിറ്റി ലെവൽ 50-60% ഉണ്ടാവും. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ഡ്രൈ ആവും, നമ്മുടെ ചുണ്ടുകൾ പെട്ടെന്ന് വരളും. അങ്ങനെ നമുക്കൊരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവും. അതോടൊപ്പം തന്നെ തുണിയൊക്കെ ഡ്രൈ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തുണി ഉണങ്ങി കിട്ടാൻ ചാൻസ്. സോ അവിടെ വെച്ചാൽ എയറിലെ വാട്ടർ പ്രസൻസ് വളരെ കുറവാണ്. പക്ഷേ ഇവിടെ കൊല്ലം ആലപ്പുഴ റീജിയനിലേക്കാണെങ്കിൽ നമ്മുടെ ഹ്യൂമിഡിറ്റി ലെവലുകളിൽ കൊടുക്കണം. ബിക്കോസ് നമ്മുടെ കടൽ അടുത്ത് കിടക്കുന്നുണ്ട്. ദർ ഈസ് evaporation from the sea. Because of that, the humidity level will be higher. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡീഹ്യൂമിഡിഫിക്കേഷൻ ആണ് കൊല്ലം റീജിയൻ വരെ. പക്ഷേ ഇപ്പം UP പോലത്തുള്ള ചൂട് കൂടിയ സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഹ്യൂമിഡിഫിക്കേഷൻ ആണ് വേണ്ടത്. നമുക്ക് അതായത് എയറിലേക്ക് വാട്ടർ പാർട്ടിക്കിൾസ് ആഡ് ചെയ്യണം. അതാണ് കൂളിംഗ് ടവർ. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന എയർ കൂളറും ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഹ്യൂമിഡിഫയർ തന്നെയാണ്. കാരണം അവിടെ വാട്ടർ പാർട്ടിക്കിൾസ് ആഡ് ചെയ്തിട്ടാണ് അവിടുത്തെ റൂമിന്റെ ടെമ്പറേച്ചർ കുറയുന്നത്. അവിടെ ഹ്യൂമിഡിഫിക്കേഷൻ തന്നെയാണ് നമ്മൾ. സോ ഹ്യൂമിഡിഫിക്കേഷൻ ഓഫ് എയർ ഇൻ എ കൂളിംഗ് ടവർ. ദെൻ ഇവാപറേഷൻ ഓഫ് പെട്രോൾ ഇൻ എ കാർബറേറ്റർ. ഇപ്പോൾ പണ്ടൊക്കെ ഇപ്പോൾ ഉപയോഗിക്കുന്ന എഞ്ചിനെല്ലാം MPF എഞ്ചിൻസ് ആണ്. ഇതിന് മുന്നേ ഉണ്ടായിരുന്ന എഞ്ചിൻസ് കാർബറേറ്റർ ടൈപ്പ് എഞ്ചിൻസ് ആണ്. Euro 1, Euro 2, Euro 3 എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. Euro 1 സ്റ്റാൻഡേർഡിലുള്ള വണ്ടികളൊക്കെ അന്ന് കാർബറേറ്റർ ടൈപ്പാണ് ഉപയോഗിക്കുന്നത്. കാർബറേറ്ററിലാണ് എയറും ഫ്യൂലും മിക്സ് ചെയ്യുന്നത്. അതിനുശേഷമാണ് എഞ്ചിനിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ മോഡേൺ എഞ്ചിനെല്ലാം MPFI, അതായത് എഞ്ചിൻ സെല്ലിലേക്ക് കയറുന്ന തൊട്ട് മുന്നേ തന്നെ ഫ്യൂൽ ഇഞ്ചക്ട് ചെയ്ത് മിക്സ് ചെയ്തിട്ട് ആ എഞ്ചിനിലേക്ക് സപ്ലൈ ആണ് ചെയ്യുന്നത്. MPFI എഞ്ചിൻസ്. സോ ഇവാപറേഷൻ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ഇങ്ങനെയാണ് IC എഞ്ചിൻ. ഇവിടെ കാർബറേറ്റർ ഉപയോഗിക്കുന്നത് പെട്രോൾ എഞ്ചിനിലാണ്. കാരണം ഫ്യൂൽ എയറോട് മിക്സ് ചെയ്തിട്ടാണ് എഞ്ചിനിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. കാർബറേറ്റർ ആണ് ഫ്യൂലും എയറോട് മിക്സ് ചെയ്യാനുള്ള ഒരു പാർട്ട്. ഓക്കെ. സോ ഇവാപറേഷൻ ഓഫ് പെട്രോൾ എന്ന് വെച്ചാൽ ഹൈലി വേപ്പറൈസിങ് ഫ്ലൂയിഡ് ആണ്. സോ പെട്രോള് നമ്മുടെ എയറായിട്ട് മിക്സ് ചെയ്യുന്നത് ഈ ഒരു പ്രോസസ് വഴിയാണ്, ഡിഫ്യൂഷൻ വഴിയാണ്. സോ ഇതൊക്കെ നിങ്ങൾക്ക് സം കോമൺ എക്സാമ്പിൾസ് യു ക്യാൻ സൈൻ. അപ്പോൾ മാസ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു ഒരു കോൺസെൻട്രേഷൻ ഡിഫറൻസ് കൊണ്ട് ഒരു സ്പീഷീസ് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് മാസ് ട്രാൻസ്ഫർ എന്ന് പറയുക. സോ ഇവിടെ എന്ന് വെച്ചാൽ സൊല്യൂട്ട്, ടെക്നിക്കൽ ടേം സൊല്യൂട്ട്, സോൾവെന്റ് എന്നുള്ള ടെർമിനോളജീസ് ആണ് യൂസ് ചെയ്യുന്നത്. ദർ ഇസ് എ സോൾവെന്റ്, കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. സോൾവെന്റ്, ദർ ഇസ് B, ആൻഡ് സൊല്യൂട്ട്, സേ ഷുഗർ, it is a solute. So it is mixing into the entire medium. That is, here you can see the solute and solvent have an equal composition throughout the entire mixture. But concentration of A, it is same everywhere. Okay, ഇതാണ് മാസ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇനി മാസ് ട്രാൻസ്ഫറിന് പല മോഡ്സ് ഉണ്ട്. ഹീറ്റ് ട്രാൻസ്ഫർ നമ്മൾ ഡിഫറെന്റ് മോഡ്സ് പറഞ്ഞതുപോലെ മാസ് ട്രാൻസ്ഫറിന് ഡിഫറെന്റ് മോഡ്സ് ഉണ്ട്. ഹീറ്റ് ട്രാൻസ്ഫർ ഡിഫറെന്റ് മോഡ്സ് ഏതൊക്കെയാണെന്ന് ആർക്കെങ്കിലും പറയാമോ? മോഡ്സ് ഓഫ് heat transfer. പറയൂ. Convection, convection, radiation. Yeah, convection, radiation. ഇതാണ് 3 modes of heat transfer. The mass transfer വരുന്ന 3 modes വെച്ചാൽ diffusion, then mass transfer by convection, mass transfer by change of phase. The 3 മോഡ്സിലാണ് മാസ് and concentration difference മൂവ് ചെയ്യുന്നത്. ഡിഫ്യൂഷൻ, അതായത് കണ്ടക്ഷൻ ഈക്വാലിറ്റി ആണ് ഡിഫ്യൂഷൻ,
കൺവെക്ഷൻ ഇക്വൽ ആണ് മാസ് ട്രാൻസ്ഫർ ബൈ കൺവെക്ഷൻ ആൻഡ് മാസ് ട്രാൻസ്ഫർ ബൈ ചേഞ്ച് ഓഫ് ഫേസ്. ഇപ്പൊ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ കോമൺലി എക്സ്പീരിയൻസ് ചെയ്യുന്നത്, മാസ് ട്രാൻസ്ഫർ ബൈ ഡിഫ്യൂഷൻ. ഇപ്പൊ റൂമിൽ one second, I'll take my charger from there. Sorry, students. Hello. Okay, screen കാണാൻ പറ്റുന്നുണ്ടോ? ഹലോ. Yes, sir. ഓക്കെ, മാസ് ട്രാൻസ്ഫർ ബൈ ഡിഫ്യൂഷൻ. നമ്മൾ 3 മോഡ്സ് ഓഫ് മാസ് ട്രാൻസ്ഫറിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് മാസ് ട്രാൻസ്ഫർ ബൈ ഡിഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. അപ്പം അതെന്ന് വെച്ചാൽ കോമൺലി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാണ്. കാരണം നമ്മുടെ റൂമിൽ ഒരു സ്പ്രേ ഏതെങ്കിലും കോർണറിൽ അടിച്ചു കഴിഞ്ഞാൽ അത് എൻ്റെ റൂമിലേക്ക് സ്പ്രെഡ് ചെയ്യും. ആ ഒരു പ്രോസസ്സാണ് ഡിഫ്യൂഷൻ എന്ന പ്രോസസ്സ്. ദാറ്റ് ഈസ് ഹിയർ the mass transfer occurs through a stagnant layer of fluid. ഒരു സ്റ്റാഗ്നന്റ് ലെയറിലേക്കാണ് ആ ഫ്ലൂയിഡ് മിക്സ് ചെയ്ത് പോകുന്നത്. കാരണം നമ്മുടെ റൂമിലെ എയർ എന്ന് വെച്ചാൽ സ്റ്റാഗ്നന്റ് ആണ്. ഒരു സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള റൂമിലുള്ള സ്റ്റാഗ്നന്റ് എയറിലേക്ക് ആ ഫ്രാഗ്നൻസ് ഡിഫ്യൂസ് ചെയ്ത് വരിക ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇറ്റ് occurs through a stagnant layer of the fluid. So here the mass transfer takes place from higher concentration region to a lower concentration region of any substance in the mixture of the system. It is a transfer of mass at the molecular or microscopic level, that is called molecular diffusion. So examples are the solution of sugar or salt in the hot water, and its uniform diffusion throughout, although their molecules are much heavier than the water molecules. ഷുഗർ നമ്മളൊരു കപ്പ് ഓഫ് ടീയിലേക്ക് സ്റ്റെർ ചെയ്യുന്നില്ല, ഓർത്തിരിക്കുക, സ്റ്റെർ ചെയ്യുന്നില്ല, പകരം ഒരു കോഫി ഒരു ടേബിൾ വെച്ചിരിക്കുന്നു, അതിലേക്ക് അല്പം ഷുഗർ ആഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ബീക്കർ ഓഫ് വാട്ടർ ഇറ്റ് ഈസ് കെപ്റ്റ് ഇൻ എ ടേബിൾ ആൻഡ് പുട്ടിങ് സം സോൾട്ട് പാർട്ടിക്കിൾസ് ഓവർ.
അപ്പോൾ അവിടെ ഡിഫ്യൂഷൻ നടക്കുന്നു. അവിടെ എന്ന് വെച്ചാൽ സ്റ്റാഗ്നന്റ് ആണ്. വാട്ടർ ഓർ കോഫി ഇറ്റ് ഈസ് സ്റ്റാഗ്നന്റ്. നമ്മൾ സ്പൂൺ വെച്ച് സ്റ്റെയർ ചെയ്യുന്നില്ല എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഡിഫ്യൂഷൻ പ്രോസസ് അല്ലെങ്കിൽ ആ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ആ മൂവ്മെന്റ് ഓഫ് ദി ഓൺ സ്പീഷീസ് ഡ്യൂ ടു ദ കോൺസെൻട്രേഷൻ ഡിഫറൻസ് ടു അനദർ റീജിയൻ, ഇറ്റ് ഈസ് ദ മാസ് ട്രാൻസ്ഫർ ബൈ ഡിഫ്യൂഷൻ. Then evaporation moisture during the drying of the clouds. നമ്മുടെ എയർ സ്റ്റാഗ്നന്റ് ആണെന്നിരിക്കട്ടെ, വിൻഡൊന്നുമില്ല, എയർ സ്റ്റാഗ്നന്റ് ആണ്, റൂമിലാണ് നമ്മൾ ഒരു പക്ഷേ ക്ലോത്ത് ഇടുന്നുണ്ടെങ്കിൽ ആ റൂമിലേക്ക് ഇവാപറേഷൻ വഴി വാട്ടർ പാർട്ടിക്കിൾസ് ഡിഫ്യൂസ് ചെയ്ത് പോകുന്നതും അതും ഡിഫ്യൂഷൻ എക്സാമ്പിളാണ്. ദെൻ ഹ്യൂമിഡിഫിക്കേഷൻ ഓഫ് എയർ ഇൻ എയർ കൂളർ. എയർ കൂളറിലും അതേപോലെ ഫാൻ ഒന്നില്ല, ഒരു എക്സ്റ്റേണൽ ഏജൻസി ഇല്ല എന്നുണ്ടെങ്കിൽ റീസെന്റ് ഹ്യൂമിഡിഫിക്കേഷൻ. ദെൻ the last one is the spread of the fragrance of perfume or flowers in the surroundings. ഇതെല്ലാം മാസ് ട്രാൻസ്ഫർ ബൈ ഡിഫ്യൂഷന്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഇതിൽ തന്നെ when one of the diffusion fluid thermomotion diffusion takes. ഇതിൽ തന്നെ ഒരു സ്പെഷ്യൽ കേസ് എന്ന് വെച്ചാൽ എഡി ഡിഫ്യൂഷൻ ആണ്. എഡി ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ when one of the diffusing fluids is in turbulent motion, the eddy diffusion takes place. One second. Let me see. Okay, eddy diffusion takes place. Due to the turbulence, the rate of diffusion increases, resulting in an increase in mass transfer. Example of eddy diffusion process is the dissipation of smoke from a സ്മോക്ക് സ്റ്റാക്ക്. എന്നുവെച്ചാൽ ഡിഫ്യൂഷൻ വളരെ ഗ്രാജുവലായിട്ട് നടക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ആ ഡിഫ്യൂസിങ് ഫ്ലൂയിഡ് ടർബുലന്റ് മോഷനിലാണെങ്കിൽ നമുക്കതിനെ എഡി ഡിഫ്യൂഷൻ എന്ന് പറയാം. കാരണം സ്മോക്ക് നമ്മളൊരു ചന്ദനത്തിരി കത്തിച്ച് വെച്ചാൽ തന്നെയും അതിൻ്റെ സ്മോക്ക് ലാമിനറായിട്ട് പോകാം, അല്ലെങ്കിൽ ടർബുലന്റ് ആയിട്ടും പോകാം. ഇപ്പം ടർബുലന്റ് മോഷനിലേക്കാണ് ഇത് ഡിഫ്യൂസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അതിനെ എഡി ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് അവിടെ മീഡിയം നമ്മുടെ റൂം സ്റ്റാഗ്നന്റ് ആണ്, ഒരു ക്യാൻഡിൽ അല്ലെങ്കിൽ ചന്ദനത്തിൽ കത്തിച്ചു കഴിഞ്ഞാൽ അതിൽ പോകുന്ന ആ ഫ്യൂം അത് വേണമെന്നുള്ള ഒരു സിംഗിൾ ലൈനായിട്ട് പോകാം, അതല്ലെങ്കിൽ അത് ടർബുലൻസും ഉണ്ടാവാം. അങ്ങനെ ടർബുലന്റ് ഫ്ലൂയിഡ് മീഡിയം, അതായത് വൺ മീഡിയം ഇറ്റ് ഈസ് സ്റ്റേഷനറി while the other one, the diffusing fluid, it is turbulent motion, is called eddy diffusion. അപ്പം മോളിക്കുലർ ഡിഫ്യൂഷൻ ആണ് ബേസിക്കലി. അത് വേണമെങ്കിൽ ലാമിനാർ ആവാം അല്ലെങ്കിൽ ടർബുലന്റ് ആവാം. സോ ടർബുലന്റ് ആയുള്ള ഡിഫ്യൂഷൻ പ്രോസസ്സിനെയാണ് പറയുക എഡി ഡിഫ്യൂഷൻ എന്ന് പറയുക. അവിടെയും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ആ ഒരു മീഡിയം സ്റ്റേഷനറിയാണ്. രണ്ടാമത്തെ ഡിഫ്യൂസിങ് ഫ്ലൂയിഡ് ടർബുലന്റ് മോഷൻ ആണെങ്കിൽ അതിനെ എഡി ഡിഫ്യൂഷൻ എന്ന് പറയും. ഇനി രണ്ടാമത്തെ ടൈപ്പാണ് മാസ് ട്രാൻസ്ഫർ ബൈ കൺവെക്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ മാസ് ട്രാൻസ്ഫർ ബൈ ഡിഫ്യൂഷൻ ആണ് പറഞ്ഞത്. ഇവിടെ മാസ് ട്രാൻസ്ഫർ ബൈ കൺവെക്ഷൻ എന്ന പ്രോസസ്സാണ് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു റിവർ ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടേ വിചാരിക്കും. ഇനി ആ റിവറിലേക്ക് മഴ സമയമാണെങ്കിൽ റിവറിലേക്ക് സൈഡ് വൈസ് ചെളി നിറഞ്ഞ ആ വാട്ടർ ഇതിലേക്ക് ആഡ് ചെയ്യും. അപ്പം വാട്ടർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ദ മീഡിയം ഈസ് മൂവിങ്. അതിലേക്ക് വരുന്ന ആ സെക്കൻഡ് സ്പീഷീസ് വെച്ചാൽ ആ മഡ് എന്ന് വെച്ചാൽ അത് മൂവിങ് ആണ്. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ആ ഒരു പുഴ മുന്നോട്ട് പോകുന്നത്. റെയിനി സീസൺ, നോർമൽ സീസണിലല്ല, റെയിനി സീസൺ. അപ്പൊ അതാണെങ്കിൽ നമുക്ക് പറയാം ഇവിടെ നമ്മുടെ വാട്ടർ ഒരു സ്പീഷീസ് ആണ്, ആ മഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ സ്പീഷീസ് ആണ്. രണ്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഹിയർ ദ മാസ് ട്രാൻസ്ഫർ ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ എ സർഫസ് ആൻഡ് എ മൂവിങ് ഫ്ലൂയിഡ് ഓർ ബിറ്റ്വീൻ ടു ഇമ്മേഴ്സിബിൾ. ഇപ്പൊ ഇവിടെ എന്ന് വെച്ചാൽ ആ സാൻഡും വാട്ടറുടെ ഒരിക്കലും മിക്സ് ചെയ്യുന്നില്ല, അത് സെപ്പറേറ്റ് ആണ് പോകുന്നത്. സോ ടു ഇമ്മേഴ്സിബിൾ ഫ്ലൂയിഡ്സ് ഈസ് റെഫേർഡ് ആസ് കൺവെക്റ്റീവ് മാസ് ട്രാൻസ്ഫർ. കൺവെക്റ്റീവ് മാസ് ട്രാൻസ്ഫർ റിക്വയർമെന്റ് എന്ന് വെച്ചാൽ രണ്ട് ഫ്ലൂയിഡും മൂവിങ് ആയിട്ടാണ്. അതായത് സോൾവെന്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സൊല്യൂട്ടൻ രണ്ടും മൂവിങ് ആണ്. നമ്മൾ ആദ്യം പറഞ്ഞ ഡിഫ്യൂഷൻ എന്ന് വെച്ചാൽ ഒരു മീഡിയം സ്റ്റേഷനറി ആണ്, രണ്ടാമത്തെ ആ ഒരു സ്പീഷീസ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് മൂവിങ് ആൻഡ് ഇറ്റ് ഈസ് പെൻട്രേറ്റിംഗ് ഇൻ ടു ദ സ്റ്റേഷനറി ഫ്ലൂയിഡ് മീഡിയം. ഇവിടെ എന്ന് വെച്ചാൽ രണ്ട് ഫ്ലൂയിഡും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാട്ടർ, അതായത് ആ ഒരു റിവർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, ആ റിവറിലേക്ക് സൈഡ് വൈസ് മഡ് വന്ന് പിന്നെ ആഡ് ആവുകയാണ് ചെയ്യുന്നത്. ഇത് രണ്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
സോ ആ രീതിയിലുള്ള മാസ് ട്രാൻസ്ഫറിനെ പറയാം മാസ് ട്രാൻസ്ഫർ കൺവെക്ഷൻ എന്ന് പറയാം. ഇതിനകത്തൊരു ഫിഗർ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ഒരു ഇവാപറേറ്റീവ് കൂളിംഗ് സിസ്റ്റം. അവിടെ ഈസിക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് എയർ കൂളർ. എയർ കൂളറിൽ നോർമലി ബോട്ടം പോർഷനിൽ വാട്ടർ കണ്ടെയ്ൻ ചെയ്യും. ആ വാട്ടറിനെ ഒരു പമ്പ് വഴി സർക്കുലേറ്റ് ചെയ്യും. സർക്കുലേറ്റിന് ശേഷം അതൊരു മീഡിയ, ഒരു പെർഫറേറ്റഡ് മെമ്പറിലൂടെ പാസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഹോട്ട് എയർ ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം ദ ലെഫ്റ്റ് സൈഡ്, ഇറ്റ് ഈസ് കമ്മിങ് ഇൻ കോണ്ടാക്ട് വിത്ത് വാട്ടർ പാർട്ടിക്കിൾസ്, സോ ഇറ്റ് ഗെറ്റ്സ് കൂൾഡ്. ആ കൂൾഡ് എയർ ആണ് റൂമിലേക്ക് സർക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം ഇത് നമ്മുടെ എയർ കണ്ടീഷനിങ്ങുള്ള ഓൾട്ടർനേറ്റീവ് ആണ്. ജനറലി ഹ്യൂമിഡിറ്റി ലെവൽ കുറഞ്ഞിട്ടുള്ള ഏരിയാസിലാണ് ഇത് കുറച്ചുകൂടെ പെർഫോമൻസ് കൂടുതൽ. നമ്മുടെ ഏരിയയിലൊക്കെ ആണെങ്കിൽ പെർഫോമൻസ് വളരെ പൂറാണ്. കാരണം നമുക്ക് ജലദോഷം, കാരണം ഹ്യൂമിഡിറ്റി ലെവൽ കൂടുമ്പോഴാണ് നമുക്ക് ജലദോഷം അല്ലെങ്കിൽ സിക്നസ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ ഒരു ഹ്യൂമിഡിറ്റി ലെവൽ കൂടിയ റീജിയനിൽ ഇത് അത്ര കൂടുതൽ അഡ്വൈസബിൾ അല്ല. അതേസമയം ഹ്യൂമിഡിറ്റി ലെവൽ കുറഞ്ഞിട്ടുള്ള ഏരിയയിലൊക്കെ ആണെങ്കിൽ നമുക്ക് എയർ കൂളർ വളരെ യൂസ് ചെയ്യാം. ഇതിന് നമ്മൾ മെയിൻലി ഡെസേർട്ട് കൂളർ എന്നാണ് ഉപയോഗിക്കുന്നത്. Desert cooler. So evaporation water by moving air in a desert cooler is an example of convective mass transfer. ഇവിടെ രണ്ട് ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ വാട്ടർ ഫ്രം ദ സം ഇറ്റ് ഈസ് പംപ്ഡ്, സോ ഇറ്റ് ഈസ് മൂവിങ്, then air is also moving. So both the fluids are moving. So we can say this type of mass transfer, it is convective mass transfer. കാരണം എയറിലേക്ക് വാട്ടർ പാർട്ടിക്കിൾസ് ആഡ് ചെയ്യുന്നത്. So two species, it is mixing together. So it is the mass transfer by convection process. I hope this is clear. Then the third one, it is the mass transfer by phase change. Phase change കൊണ്ടും മാസ് ട്രാൻസ്ഫർ നടക്കണം. ആക്ച്വലി ഇത് ഒരു സെപ്പറേറ്റ് അല്ല, മറ്റേതിന്റെ അതായത് ഡിഫ്യൂഷനെയും കൺവെക്റ്റീവ് മാസ് ട്രാൻസ്ഫറിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. സോ ഇറ്റ് ഈസ് ദ മാസ് ട്രാൻസ്ഫർ ബൈ ചേഞ്ച് ഓഫ് ഫേസ്. ചേഞ്ച് ഓഫ് ഫേസ് കൊണ്ടിട്ടും എന്ത് സംഭവിക്കാം? മാസ് ട്രാൻസ്ഫർ നടക്കാം. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ വെള്ളം തിളപ്പിക്കാറുണ്ട്. വെള്ളം തിളപ്പിക്കുമ്പോൾ ആ സ്റ്റീം, നീരാവി, വാട്ടർ പാർട്ടിക്കിൾസ് എയറിലേക്ക് ഡിഫ്യൂസ് ചെയ്ത് പോവുക ചെയ്യും. അപ്പോൾ അവിടെയുള്ള ഫേസ് ചേഞ്ചിട്ടാണ് മാസ് ട്രാൻസ്ഫർ നടക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ക്യാംഫർ വീട്ടിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. ക്യാംഫർ ഇതിങ്ങനെ, ക്യാംഫറിന്റെ സ്മെല്ല് അതിങ്ങനെ ഡിഫ്യൂസ്, അവിടെ ക്യാംഫർ ഫേസ് സോളിഡിൽ നിന്ന് ഡയറക്റ്റ് വേപ്പറായിട്ട് ചേഞ്ച് ചെയ്യുന്നു. അപ്പൊ അവിടെയും മാസ് ട്രാൻസ്ഫർ നടക്കുന്നു. സോളിഡ് ഇറ്റ് ഈസ് ഡയറക്ട്ലി കൺവേർട്ടിംഗ് ടു വേപ്പർ, അവിടെ ഫേസ് ചേഞ്ച് നടക്കുന്നു, അവിടെയും ഒരു മാസ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. അല്ലെ ഡ്രൈ ഐസ്, അതിന്റെ സബ്ലിമേഷൻ, ഡ്രൈ ഐസ് സോളിഡ് കാർബൺ ഡയോക്സൈഡ് ഡ്രൈ ഐസ് ഉണ്ട്. സോ അതിന്റെ ഒരു പ്രോസസ് സബ്ലിമേഷൻ, അപ്പം അതും ഒരു ഫേസ് ചേഞ്ച് പ്രോസസ് ആണ്. അവിടെ ഉണ്ടാകുന്നത് മാസ് ട്രാൻസ്ഫർ ആണ്. സോ മാസ് ട്രാൻസ്ഫർ ബൈ ദ ചേഞ്ച് ഓഫ് ഫേസ്. The change of phase of a fluid can also cause mass transfer. Such as mass transfer, it's a combination of the process of diffusion and convection. Some examples are boiling of water in open air. Water boil ചെയ്യുമ്പോൾ ആ വാട്ടർ പാർട്ടിക്കിൾസ് എയറിലേക്ക് ഡിഫ്യൂസ് ചെയ്യുന്നു. എയർ എന്ന് വെച്ചാൽ അതൊരു വേറെ സ്പീഷീസ് ആണ്, വാട്ടർ പാർട്ടിക്കിൾസ് വേറെ സ്പീഷീസ് ആണ്. അത് ക്യാൻ ബി, അതൊരു ഡിഫ്യൂഷൻ ഉണ്ട്, അതോടൊപ്പം തന്നെ ഒരു ഫ്ലൂയിഡ് മോഷനും അവിടെ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. സോ അതുകൊണ്ട് മാസ് ട്രാൻസ്ഫർ ഇറ്റ്സ് എ കോമ്പിനേഷൻ ആണ്, ഡിഫ്യൂഷൻ ആൻഡ് കൺവെക്ഷൻ ആണ് ബൈ ഫേസ് ചേഞ്ച്. അങ്ങനെ 3 തരത്തിലാണ് മാസ് ട്രാൻസ്ഫർ നടക്കുന്നത്. വൺ ഈസ് ഡിഫ്യൂഷൻ, സെക്കൻഡ് വൺ ഈസ് മാസ് ട്രാൻസ്ഫർ ബൈ ദ കൺവെക്ഷൻ, ആൻഡ് തേർഡ് വൺ ഈസ് മാസ് ട്രാൻസ്ഫർ ബൈ ചേഞ്ച് ഓഫ് ഫേസ്. ഇത് നോർമലി ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ ഡിഫറെന്റ് മോഡ്സ് ഓഫ് മാസ് ട്രാൻസ്ഫർ. അപ്പം ഹീറ്റ് ട്രാൻസ്ഫറിന്റെ ഡിഫറെന്റ് മോഡ്സ് പോലെ കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ എന്ന് പറയുന്നത് പോലെ ഇവിടെയും മാസ് ട്രാൻസ്ഫർ ബൈ ഡിഫ്യൂഷൻ, മാസ് ട്രാൻസ്ഫർ ബൈ കൺവെക്ഷൻ ആൻഡ് മാസ് ട്രാൻസ്ഫർ ബൈ ചേഞ്ച് ഓഫ് ഫേസ്. ഇനി ഇതിനെ ഗവേൺ ചെയ്യുന്ന ലോ, ഡിഫ്യൂഷനെ ഗവേൺ ചെയ്യുന്ന, കണ്ടക്ഷനെ ഗവേൺ ചെയ്യുന്ന ലോ നമുക്കറിയാം. ഏതായിരുന്നു ഒന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ. അപ്പൊ അതിൽ കണ്ടക്ഷനെ ഗവേൺ ചെയ്യുന്ന ലോ എന്തായിരുന്നു? ആർക്കെങ്കിലും പറയാമോ? കണ്ടക്ഷൻ ഗവേൺ ചെയ്യുന്ന ലോ ഏതായിരുന്നു? ഓർമ്മയുണ്ടോ? ഹലോ, Fourier's law. യെസ്, ഫോറിയർ ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ ആണ് കണ്ടക്ഷൻ ഗവേൺ ചെയ്യുന്ന ലോ. കൺവെക്ഷൻ ഗവേൺ ചെയ്യുന്ന ലോ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ആണ്. റേഡിയേഷൻ ഗവേൺ ചെയ്യുന്ന ലോ സ്റ്റെഫൻ ബോൾട്സ്മാൻ ലോ ആണ്. സോ ഇതൊന്നും എക്സ്പെരിമെന്റലി പ്രൂവ്ഡ് അല്ല, തിയററ്റിക്കലി പ്രൂവ്ഡ് അല്ല, ബട്ട് എക്സ്പെരിമെന്റലി ഇറ്റ്സ് പോസിബിൾ.
ഇപ്പൊ ഇവിടെ എന്ന് വെച്ചാൽ അതേപോലെ ഇവിടെ ഡിഫ്യൂഷൻ ഗവേൺ ചെയ്യുന്ന ലോ ആണ് ഫിക്സ് ലോ ഓഫ് ഡിഫ്യൂഷൻ. ഫിക്സ് ലോ ഓഫ് ഡിഫ്യൂഷൻ. ഇപ്പൊ ഫിക്സ് ലോ ഡിഫ്യൂഷൻ പറയുന്നു ഫോറിയർ ലോ പോലെ തന്നെ. ഫോറിയർ ലോ നമ്മൾ എന്താ പറയാ, റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ എന്നാ പറയാം. റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. ഇവിടെ അത് നമ്മൾ പറയും റേറ്റ് ഓഫ് മാസ് ട്രാൻസ്ഫർ. The rate of mass transfer is proportional to the concentration gradient and area. That is Q is equal to minus K dt by dx എന്നാണല്ലോ നമ്മൾ എഴുതുന്നത്. ഇവിടെ അതിന് പകരം the rate of mass transfer is proportional to the area into the concentration gradient. Concentration gradient. അവിടെ നമ്മൾ ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് എന്ന് പറയും. ഇവിടെ A ഡിനോമിനേറ്റർ എ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സോ ദ റേറ്റ് ഓഫ് മാസ് ട്രാൻസ്ഫർ ഈസ് പ്രൊപ്പോർഷണൽ ടു ഏരിയ, ദാറ്റ് ഈസ് എ, ഇറ്റ് ഈസ് ദെയർ, ആൻഡ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. ഇനി അതല്ല എം ബൈ എ, എം ഡോട്ട് എ ബൈ എ, അത് നമ്മൾ മാസ് ഫ്ലക്സ് എന്ന് പറയും. അവിടെയും ക്യൂ ബൈ എനെ നമ്മൾ ഹീറ്റ് ഫ്ലക്സ് എന്ന് പറയുന്നത് പോലെ ക്യൂ ബൈ എ, റേറ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ പെർ യൂണിറ്റ് ഏരിയ, അതിനെ നമ്മൾ ഹീറ്റ് ഫ്ലക്സ് എന്ന് പറയും. ഇവിടെ അതേപോലെ റേറ്റ് ഓഫ് മാസ് ട്രാൻസ്ഫർ പെർ യൂണിറ്റ് ഏരിയ, ഒരു യൂണിറ്റ് ഏരിയയിലൂടെ പോകുന്ന മാസ് ട്രാൻസ്ഫറിനെ അതിനെയാണ് മാസ് ഫ്ലക്സ്. സിമ്പിൾ വേർഡ്സ് പറഞ്ഞാൽ മാസ് ഫ്ലക്സ് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. ഇപ്പോൾ ഫോറിയർ ലോ അതേപോലെ പറഞ്ഞാൽ ഹീറ്റ് ഫ്ലക്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ടെമ്പറേച്ചർ ഗ്രേഡിയന്റ്. ഓർത്തിരിക്കുക, ഫോറിയർ ലോ പറയുകയാണെങ്കിൽ ഹീറ്റ് ഫ്ലക്സ് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. അതേപോലെ ഇവിടെ പറയാം മാസ് ഫ്ലക്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. അപ്പം അതാണ് എൻ എ. എൻ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ എൻ എ, ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എം ബൈ എ, ഇറ്റ് ഈസ് ദ മാസ് ഫ്ലക്സ്. ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഡി സി എ ബൈ ഡി എക്സ്. ഡി സി എ ബൈ ഡി എക്സ് ഇറ്റ് ഈസ് കോൾഡ് ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. ആ കോൺസെൻട്രേഷൻ, ആ പ്രൊപ്പോർഷണലിറ്റി റിമൂവ് ചെയ്യുമ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന അനദർ നൊട്ടേഷൻ ഡി എ ബി. ഡി എ ബിനെ പറയും ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ് ഓർ മാസ് ഡിഫ്യൂസിവിറ്റി എന്ന് പറയും. ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ് നമ്മളവിടെ ഫോറിയർ ലോ പറഞ്ഞു, അതെന്ന് വെച്ചാൽ കെ എന്നാണ് പറയുക, തെർമൽ കണ്ടക്ടിവിറ്റി. ദാറ്റ് ഈസ് ക്യൂ ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ക്യൂ ബൈ എ ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഡി ടി ബൈ ഡി എക്സ്. ബൈ റിമൂവിംഗ് ദ പ്രൊപ്പോർഷണാലിറ്റി വി ക്യാൻ സേ ക്യൂ ബൈ എ ഈസ് ഈക്വൽ ടു കെ മൈനസ് കെ ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ്. അപ്പം കെ ആണ് അവിടെ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇവിടെ അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന വേർഡാണ് ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ്. ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ് ഡി എ ബി, എയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ്. ഇവിടെ രണ്ട് സ്പീഷീസ് ഉണ്ട്, എ ആൻഡ് ബി. സോ ഡിഫ്യൂഷൻ ഓഫ് എ, ഇവിടെ നമുക്കറിയാം ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഫിഗർ കൊടുത്തിട്ടുണ്ട്. സോ ദർ ഈസ് എ കമ്പാർട്ട്മെന്റ് ഓർ എ ചേംബർ ആൻഡ് വിത്ത് എ പെർഫോറേറ്റഡ് മെംബ്രെയിൻ. സോ ഇറ്റ് ഈസ് സെപ്പറേറ്റഡ്. സോ one area, see left hand side the concentration of A it is more, on the right hand side the concentration of species B it is more. So when the membrane is broken, the two species will mix together. That is, there is a flow of the species A from left hand side to the right hand side, then species B from right hand side to left hand side, until both the species have the same concentration. Same concentration എത്തുന്ന വരെ ഒരു മൂവ്മെന്റ് ഉണ്ടാവും. ഓക്കെ, അതാണ് ഇവിടെ പറയുക. സോ ദ റേറ്റ് ഓഫ് അവർ മാസ് ഫ്ലക്സ് ഈസ് പ്രൊപ്പോർഷണൽ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ മാസ് ട്രാൻസ്ഫർ നടക്കില്ല. സോ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ട്രാൻസ്ഫർ ഓഫ് മാസ് നടക്കുള്ളൂ, ഇല്ല എന്നുണ്ടെങ്കിൽ മാസ് ട്രാൻസ്ഫർ നടക്കത്തില്ല. ലൈക്ക് വൈസ് ടെമ്പറേച്ചർ ഗ്രേഡിയന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കത്തുള്ളൂ. ഇവിടെയും അതൊരു കൺസെപ്റ്റ് തന്നെയാണ്. മാസ് ട്രാൻസ്ഫർ നടക്കണമെങ്കിൽ ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ആവശ്യമാണ്. അപ്പം അതിനെ ഗവേൺ ചെയ്യുന്ന ലോ ആണ് ഫിക്സ് ലോ ഓഫ് ഡിഫ്യൂഷൻ. ഫിക്സ് ലോ പറയുന്നു ദ മാസ് ഫ്ലക്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ്. റിമൂവിംഗ് ദ പ്രൊപ്പോർഷണാലിറ്റി വി ക്യാൻ പുട്ട് മൈനസ് ഡി എ ബി. മൈനസ് ഡി എ ബി അതിന്റെ സ്ലോപ്പ് നെഗറ്റീവ് ആണ്, അതുകൊണ്ടാണ് ഒരു പോസിറ്റീവ് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മൈനസ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഹീറ്റ് കണ്ടക്ഷൻ ഫോറിൽ പറഞ്ഞപ്പോഴും മൈനസ് കെ എ ഇൻറ്റു ഡി ടി ബൈ ഡി എക്സ് എന്നാണ് പറഞ്ഞത്. ഇവിടെ നമുക്ക് പറയാം മൈനസ് ഡി എ ബി ഇൻറ്റു എ ഇൻറ്റു ഡി സി ബൈ ഡി എക്സ്. ഇവിടെ എം ഈ ക്യാപിറ്റൽ എ റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവന്നാൽ മൈനസ് ഡി എ ബി ഇൻറ്റു എ
ഇൻറ്റു dCA by dx. ഓക്കെ, അപ്പം ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ് എന്നാണ് ആ ഒരു കോൺസെപ്റ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി പറയുന്നത്. ഓക്കെ, ഇനി അതിന്റെ യൂണിറ്റ് എന്താന്ന് നോക്കാം. അപ്പൊ നമ്മുടെ എക്സ്പ്രഷൻ വെച്ചാൽ NA = M/A = -DAB × dCA by dx. ഈ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഡെൻസിറ്റി equivalent ആണ് ഡെൻസിറ്റി. ഓക്കെ, സോ DAB-യുടെ യൂണിറ്റ് വെച്ചാൽ M/A, MA/A. സോ എമ്മിന്റെ യൂണിറ്റ് വെച്ചാൽ കിലോഗ്രാം പെർ സെക്കൻഡ്. ഞാൻ പറഞ്ഞു മാസ് ഫ്ലോ റേറ്റ് കിലോഗ്രാം പെർ സെക്കൻഡ്. ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. ഇനി d/dx ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്ന് വെച്ചാൽ മാസ് ബൈ വോളിയം. മാസ് എന്ന് വെച്ചാൽ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇനി dx എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ആണ്, അഗൈൻ മീറ്റർ. സോ ഇറ്റ് ഈസ് കിലോഗ്രാം ബൈ m⁻⁴. ഇത് സോൾവ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ യൂണിറ്റ് മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. So that is the diffusion coefficient or mass diffusivity. ആ യൂണിറ്റ് ഓർത്തിരിക്കുക. ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാംസിന് ചോദിക്കാറുണ്ട് വാട്ട് ഇസ് ദ യൂണിറ്റ് ഓഫ് ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റ് യൂണിറ്റ് മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. തെർമൽ കണ്ടക്ടിവിറ്റി യൂണിറ്റ് നിങ്ങൾക്ക് അറിയാം വാട്ട് പെർ മീറ്റർ കെൽവിൻ. ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് യൂണിറ്റ് വാട്ട് പെർ മീറ്റർ സ്ക്വയർ കെൽവിൻ. അതേപോലെ ഇതും ഓർത്തിരിക്കുക. മാസ് diffusivity or mass diffusion coefficient is meter square per second. Okay, ഇത് നെക്സ്റ്റ് ഒരു ഡെറിവേഷൻ ആണ്. ഡെറിവേഷൻ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ആക്ച്വലി വി വിൽ എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് ദ ഡിഫ്യൂഷൻ റെസിസ്റ്റൻസ്. നമ്മൾ തെർമൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് പോലെ ഇവിടെയും നമുക്ക് ഒരു ഡിഫ്യൂഷൻ റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നുണ്ട്, ഒരു മീഡിയം. So when one species is added with another species, concentration gradient ഉണ്ട്, ഒരു ഫ്ലോ ഉണ്ടാവും. ആ ഫ്ലോവിനെ ഒബ്സ്ട്രക്ട് ചെയ്യുന്ന ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. ആ റെസിസ്റ്റൻസിൽ നമ്മൾ ടെമ്പറേച്ചർ ഡിഫറൻസ് ബൈ RMA എന്ന് പറയുന്നതാണ് ഡിഫ്യൂഷൻ റെസിസ്റ്റൻസ്. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വെച്ചാൽ ഐ തിങ്ക് we can discuss the derivation. So this is the concentration difference CA1 minus CA2 and RMA stands for the diffusion resistance. Okay, അപ്പോൾ അതിൽ നമ്മൾ പോകുന്ന വെച്ചാൽ ഈ ഒരു ഡെറിവേഷനാണ്. ഈ ഒരു ഡെറിവേഷൻ വെച്ചാൽ ദ 3-dimensional മാസ് ട്രാൻസ്ഫർ ഇക്വേഷൻ. ഡെറിവേഷൻ ആവശ്യമില്ല, ജസ്റ്റ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഐ ആം പുട്ടിങ് ദിസ്. അപ്പം ഇതൊരു 3-dimensional ഇക്വേഷൻ ആണ്. നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫറിൽ കണ്ടു ∂2 T/∂² പ്ലസ് ∂2 T/∂y² പ്ലസ് ∂2 T/∂z² പ്ലസ് Q./K = 1/α into ∂T/∂t എന്നുള്ള എക്സ്പ്രഷൻ നമ്മൾ കണ്ടു. അതിന് ഇക്വലന്റ് ആയിട്ടുള്ള 3-dimensional മാസ് ട്രാൻസ്ഫറിന്റെ ജനറൽ ഇക്വേഷൻ ആണ്. ഇതിൽ നമ്മൾ പല അസംഷൻസ് എടുക്കുന്നു. അസംഷൻ വെച്ചാൽ ഓൺ അസംഷൻ ഈസ്, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞത് ഹീറ്റ് ട്രാൻസ്ഫർ ഹീറ്റ് ജനറേഷൻ ആണ്. ഇവിടെ അതേപോലെ മാസ് ജനറേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ NAG എന്ന് പറഞ്ഞാൽ മാസ് ജനറേഷൻ ആണ്. മാസ് ജനറേഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ടേം 0 ആവും. NAG/DAB എന്ന് പറയുന്ന ടേം 0 ആവും. ദർ ഈസ് നോ മാസ് ജനറേഷൻ. ഹീറ്റ് ട്രാൻസ്ഫറിൽ ഹീറ്റ് ജനറേഷൻ ഇല്ല എന്ന് അസ്യൂം ചെയ്തതുപോലെ ഇവിടെ മാസ് ജനറേഷൻ ഇല്ല എന്നുള്ള അസംഷൻ എടുത്തു കഴിഞ്ഞാൽ NAG/DAB എന്ന് പറയുന്ന ഈ ടേം 0 ആയിട്ട് മാറും. ഇനി ടൈം ഫാക്ടർ സ്റ്റഡി സ്റ്റേറ്റ് മാസ് ഡിഫ്യൂഷൻ സ്റ്റഡി സ്റ്റേറ്റ് ആണെങ്കിൽ ഈ dCA/dx എന്ന് പറഞ്ഞ ടേം 0 ആവും. ദെൻ ∂CA/∂t എന്ന് പറയുന്ന ഈ റൈറ്റ് ഹാൻഡ് സൈഡിലെ ടേം 0 ആയിട്ട് മാറും. പിന്നീട് 1-dimension ആണെങ്കിൽ in terms of y and z terms 0, that is you can have only ∂2 CA/∂x² എന്ന് പറയുന്ന ടേം മാത്രം. ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നു it is a steady state diffusion through a plane memory. The steady state എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആയി,
Then also we are considering that it's on dimension. ഒരു ഡയറക്ഷൻ മാത്രമേ നടക്കുന്നു, മാസ് ട്രാൻസ്ഫർ നടക്കുന്നുള്ളൂ. മാസ് ട്രാൻസ്ഫർ എക്സിലും വൈയിലും പോസിബിൾ ആണ്, പക്ഷേ we are assuming that the mass transfer it is taking place only in one direction. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ജനറൽ മാസ് ട്രാൻസ്ഫർ ഇക്വേഷനെ ഈ ഒരു ഫോമിലേക്ക് മാറ്റാൻ സാധിക്കും. ദാറ്റ് ഈസ് ഡോ സ്ക്വയർ CA ബൈ ഡോ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. നമ്മൾ വൺ ഡയമെൻഷണൽ ഹീറ്റ് ട്രാൻസ്ഫർ ഇക്വേഷൻ പറഞ്ഞതുപോലെ ഡോ സ്ക്വയർ T ബൈ ഡോ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞതുപോലെ ഇവിടെ മാസ് ട്രാൻസ്ഫറിലും വി ക്യാൻ റൈറ്റ് D സ്ക്വയർ CA ബൈ D സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. അതിന് രണ്ട് പ്രാവശ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇൻ്റഗ്രേറ്റിംഗ് ട്വൈസ്. ഫസ്റ്റ് ഇൻ്റഗ്രേഷൻ ഗീവ്സ് dou CA by dou x is equal to C1. Second integration gives CA is equal to C1x plus C2. അപ്പോൾ ഈ എക്സ്പ്രഷനിൽ രണ്ട് കോൺസ്റ്റന്റും C1ഉം C2ഉം നമുക്ക് റിമൂവ് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയിട്ട് എടുക്കുന്നു അറ്റ് x is equal to 0. ഇവിടെ ഒരു പ്ലെയിൻ വാൾ ആണെന്നിരിക്കട്ടെ, സോ അതിൻ്റെ തിക്നെസ് L ആണ്. സോ തിക്നെസ് ഇറ്റ് ഈസ് വേരിയിങ് ഫ്രം x0 to L. Then x0 എന്ന സമയത്ത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ കോൺസെൻട്രേഷൻ CA1 ആണ്, റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് CA2 ആണ്. So when x is equal to 0, the concentration of CA is equal to CA1. When x is equal to L, CA is equal to CA2. അപ്പം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ x equal to 0 ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? C2 is equal to CA1 എന്ന് വരും. C2 x equal to 0. ഈ 1 എന്നൊരു എക്സ്പ്രഷൻ I എന്നൊരു എക്സ്പ്രഷനിൽ x0 ആകുമ്പോൾ C2 is equal to CA2 എന്ന് വരും. CA1 എന്ന് വരും. Then x equal to L ആകുമ്പോൾ C1, you can evaluate C1 is equal to CA2 minus CA1 by L. Okay, so C1 and C2 value ഇവിടെ എക്സ്പ്രഷൻ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. So CA is equal to CA2 minus CA1 into x by L. In simplification, you will get like this. Okay. ഇതിനെ പിന്നെ നമുക്ക് കിട്ടിയതെങ്കിൽ സിയുടെ എക്സ്പ്രഷൻ ആണ്. CA-നെ നമ്മൾ DCA ബൈ DX നമ്മുടെ എക്സ്പ്രഷനിലെ ചില മൈനസ് D ഇൻറ്റു DCA ബൈ DX ആണ്. സോ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. CA-നെ ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ യു വിൽ ഗെറ്റ് CA2 മൈനസ് CA1 ബൈ L എന്ന് കിട്ടും. ദെൻ ആഫ്റ്റർ ലോട്ട്സ് ഓഫ് mathematical manipulations you will get CA1 minus CA2 by L by AD. So this L by AD it is called the diffusion resistance. Okay, നമ്മൾ L by K എന്ന് വെച്ചാൽ L by K തെർമൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഡിഫ്യൂഷൻ റെസിസ്റ്റൻസിൽ L by AD ആണ്. അപ്പം കെക്ക് പകരം D എന്ന് പറയുന്ന സിമ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്നു. K തെർമൽ കണ്ടക്ടർ. ജസ്റ്റ് ഫോർ കമ്പാരിസൺ ആണ് ഞാൻ പറയുന്നത്. നമ്മൾ L by K ആണ് തെർമൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ നമ്മുടെ ഡിഫ്യൂഷൻ റെസിസ്റ്റൻസിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു L by AD. ഓക്കെ, ഇതിൻ്റെ ഡെറിവേഷൻ ഞാൻ ഒന്നുകൂടെ അടുത്ത ക്ലാസ്. ആക്ച്വലി മൈ ടാബ് ഈസ് നോട്ട് വർക്കിംഗ് റൈറ്റ് നൗ. ഐ എം നോട്ട് ഏബിൾ ടു ഷെയർ മൈ സ്ക്രീൻ. അതുകൊണ്ടാണ് ഞാൻ ബ്രീഫ് ചെയ്ത്. സോ ഐ വിൽ ടേക്ക് ദിസ് പോർഷൻ വൺസ് അഗൈൻ ടുമോറോ. ഓക്കെ, ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഹലോ, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്തായാലും ഞാൻ ഷെയർ ചെയ്തുള്ള നോട്ട്സ് ഒന്നുകൂടെ നോക്കുക. അതിൽ കുറച്ചുകൂടി ഐഡിയ കിട്ടും. എന്തായാലും ഡെറിവേഷൻ പാർട്ട് ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. മോർ ക്ലിയർ. ഓക്കെ sir. Okay, so give a numbers. Number 1. So 1%. 2. 2%. 3. 4. 5. 5 absent. 6. Absent. 6. 7. 7. 8. 9. 8. 9. 6%. Okay. 9 absent. 10. 10%. 11. 11%, sir. 12. 13. 74. Okay. 11. 14%, sir. 15. 15%. 16.
16%, sir. Sir, 15%. 17. Sir, 15. Okay. 17, 17. 18, 18%, sir. 19, 19%, sir. 20, 20 absent, 21, Present, sir. 22, 22%, sir. 23, 23%, sir. 24, 25, Present, sir. 26, Present, sir. 27, 27. 28, 28 absent, 29, 29%, sir. 30, 30%, sir. 31, 31 absent, 32, 32%, okay, 33, 33%, sir. 34. 35, 35. 36, Present, sir. 37, 37%, sir. 38, 38%, sir. 39, Present, sir. 40, 40%, sir. 41, 31%, okay, 42, 42. 43, 43, okay, 44, Present, sir. 45, 46, okay, 47, 47%, sir. 48, Present, sir. 49, Present, sir. 50, Present, sir. 52, sorry, 51, 11%, sir. Present, sir. okay, 52%, sir. 53, 53, 53 absent, 54, 53%, sir. okay, 54%. 55, 55%, sir. 56, Present, sir. 57, Present, sir. 58, Present, sir. 59, 59 absent, 60, 60 absent, 61, sorry, 61, 62, 62, sir. 63, 63%. 64, Present, sir. 65, Present, sir. 66, Present, sir. 67, Present, sir. 68, Present, sir. 69, Present, sir. 70, Present, sir. 71, Present, sir. 72, Present, sir. 73, Present, sir. 74, Present. 75, so So 74. 74, Shiva, സാറേ 2% ആണ്. okay, 2% ആണ്. Absentees are number 28, 20%, sir. 20%, 20%, sir. 59 ഉണ്ടോ? 59, 59 മാത്രമേ ഉള്ളൂ ആബ്സെന്റ്. Okay, thank you.